കേരളത്തിലെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻസ് രംഗത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താരപുത്രിമാരിൽ ഒരാളാണ് ഇഷാനി കൃഷ്ണ. കോളേജ് പഠനത്തിന് ശേഷം ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്ററായി മാറിയ ഇഷാനി ബിസിനസ്, ഫിറ്റ്നസ്, ഫുട്ബോൾ തുടങ്ങിയ മേഖലകളിലും സജീവമാണ്. ചേച്ചിമാരായ അഹാനയ്ക്കും ദിയയ്ക്കും അമ്മ സിന്ധു കൃഷ്ണയ്ക്കുമൊപ്പം ചേർന്ന ബിസിനസ് കാര്യങ്ങളിലും ഇഷാനി പങ്കാളിയാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഇഷാനി അടുത്തിടെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വീഡിയോ പങ്കുവയ്ക്കുകയുണ്ടായി. സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ സംഭവിക്കാവുന്നത് പോലുള്ള കൗതുകരമായ പല കാര്യങ്ങളും തങ്ങളുടെ സെലിബ്രിറ്റി കുടുംബത്തിലും നടക്കാറുണ്ടെന്ന് ഇഷാനി ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്ക് ലഭിക്കുന്ന പരിഗണനയിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ കുട്ടികൾക്ക് ലഭിക്കുന്ന അമിതമായ ശ്രദ്ധയോ ഗൗരവമോ പലപ്പോഴും താഴെയുള്ള കുട്ടികൾക്ക് ലഭിക്കാറില്ല എന്നത് പൊതുവെയുള്ള ഒരു കുടുംബ യാഥാർത്ഥ്യമാണ്. ഇതേക്കുറിച്ച് ഇഷാനി കൃഷ്ണ വളരെ രസകരമായ രീതിയിലാണ് സംസാരിച്ചത്. ഒരു വീട്ടിൽ 3-4 പിള്ളേരൊക്കെ ഉണ്ടായാൽ ആരും വലിയ ഇമ്പോർട്ടൻസ് തരാറില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഞങ്ങളുടെ വീട്ടിലും അത് തന്നെയാണ് അവസ്ഥ. നമ്മളെ ആരും അത്ര സീരിയസ് ആയി എടുക്കാറില്ല. എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ 3ാമത്തെ കുട്ടിയാണ്. ഹൻസികയാണ് 4ാമത്തെ കുട്ടി. ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ ആരും പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ഈ ഒരു സാഹചര്യം തങ്ങൾക്കിടയിൽ വലിയൊരു സൗഹൃദത്തിന് വഴിവെച്ചുവെന്നാണ് ഇഷാനി പറയുന്നത്. വീട്ടിൽ വലിയ പരിഗണന കിട്ടാത്തത് കൊണ്ട് തന്നെ ഇഷാനിയും ഇളയ സഹോദരി ഹൻസികയും തമ്മിൽ കട്ട കമ്പനിയാണ്. ഇഷാനിയുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ഹൻസുവും, ഹൻസുവിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ ഇഷാനിയുമുണ്ട്. ഒരു വലിയ കുടുംബത്തിലുള്ള തങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ കൂട്ടുകെട്ട് വളരെ ഫണ്ണാണെന്നും ഇഷാനി വ്യക്തമാക്കുന്നു. 6 വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വലിയ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നതും തികച്ചും സ്വാഭാവികമാണ്. എല്ലാവരും വ്യത്യസ്തമായ ചിന്താഗതികളും സ്വഭാവ രീതികളും ഉള്ളവരായതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ഇഷാനി സമ്മതിക്കുന്നു. ഇത്രയും ആളുകളുള്ള ഒരു വീട്ടിൽ വഴക്കുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടി ഇതായിരുന്നു. എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ വാക്കുതർക്കങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ എല്ലാവരും വ്യത്യസ്തരായ വ്യക്തികളാണ്. വഴക്കൊക്കെ നടക്കുമ്പോൾ വീട്ടിലുള്ളവർ പല പല ടീമുകളായി തിരിയും. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും. നല്ല അടിയാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറന്ന് പാട്ടും പാടി ഒന്നിച്ച് നടക്കും. അതിനായി പ്രത്യേക പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. തന്റെ മാതാപിതാക്കളായ കൃഷ്ണകുമാറിലും സിന്ധു കൃഷ്ണയിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മാതൃകാപരമായി തോന്നിയതുമായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ഇഷാനി മനസ്സ് തുറന്നു. അച്ഛൻ കൃഷ്ണകുമാറിന് ഇപ്പോൾ 58 വയസ്സായി. എന്നാൽ ഈ പ്രായത്തിലും ഒരു കാര്യത്തിലും ശ്രമിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് നിരാശനായിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. ഒരു വഴി അടഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് പോകും. എപ്പോഴും പുതിയ കാര്യങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജി വലിയൊരു ക്വാളിറ്റിയാണ്. ഒരിക്കൽ പോലും എനിക്ക് പ്രായമായി, ഞാൻ തളർന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്രമിക്കാറില്ല. അച്ഛൻ്റെ ഈ കഠിനാധ്വാനമായി താരതമ്യം ചെയ്യുമ്പോൾ തനിക്ക് നല്ല മടിയുണ്ടെന്ന് പറയേണ്ടി വരുമെന്നും ഇഷാനി ചിരിയോടെ പറയുന്നു. 4 പെൺമക്കളെയും കുടുംബത്തെയും ഒരേപോലെ പരിപാലിക്കുന്ന അമ്മ സിന്ധു കൃഷ്ണയുടെ സമർപ്പണത്തിന് ഒരു വലിയ അവാർഡ് തന്നെ കൊടുക്കണം. എന്നാൽ ഇന്നേ വരെ ഒരൊറ്റ കുറ്റവും പറയാതെ വളരെ സന്തോഷത്തോടെയും ഭംഗിയുമായും അമ്മ അത് ചെയ്യുന്നു എന്നത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട കാര്യമാണെന്നും ഇഷാനി പങ്കുവച്ചു. ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ കുട്ടികളെ പല കാര്യങ്ങളിലും നിർബന്ധിച്ച് പഠിപ്പിക്കാറുണ്ട്. അക്കാലത്ത് കുട്ടികൾക്ക് അതിനോട് കടുത്ത വിരോധമായിരുന്നുവെങ്കിലും മുതിർന്നു കഴിയുമ്പോൾ അതിൻ്റെ വില മനസ്സിലാകും. ഇഷാനിയുടെ ജീവിതത്തിലും അത്തരം ഒരു അനുഭവമുണ്ട്. കുഞ്ഞിലെ തന്നെ അമ്മ തങ്ങളെല്ലാവരെയും പാട്ടിനും ഡാൻസിനും എല്ലാം ചേർത്തിരുന്നു. എന്നാൽ ആ സമയത്ത് തനിക്കോ സഹോദരിമാർക്കോ അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ ചേരുമ്പോൾ ഇഷാനിക്ക് 4 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പഠിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 7ാം വയസ്സിൽ പാട്ട് ക്ലാസ്സിലും ചേർത്തു. വലുതായപ്പോഴും ഇത് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്ററായി ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അമ്മ ആ ക്ലാസ്സുകളൊക്കെ ചേർത്തത് വളരെ നന്നായി എന്ന് ഇഷാനി തിരിച്ചറിയുന്നു. ആ കലാവാസനകൾ ഇന്നത്തെ പ്രൊഫഷന് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമാണെങ്കിലും കയ്യിലുള്ള നല്ല ചിത്രങ്ങളും വീഡിയോകളും കൃത്യസമയത്ത് പോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കുന്ന വലിയൊരു മടി തനിക്കുണ്ടെന്നും ഇഷാനി വെളിപ്പെടുത്തുന്നു. ജപ്പാനിൽ പോയപ്പോൾ പകർത്തിയ മനോഹരമായ പല ഫോട്ടോകളും വീഡിയോകളും ഇഷാനി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ആ യാത്ര കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു. അതിലും അതിശയകരമായ കാര്യം 5 വർഷം മുൻപ് എടുത്തു വെച്ച ഒരു വ്ലോഗ് ഇന്നും പോസ്റ്റ് ചെയ്യാതെ ഇഷാനിയുടെ ഫോൺ ഗാലറിയിൽ ഇരിപ്പുണ്ട് എന്നതാണ്. പ്രശസ്തിയുടെയും സോഷ്യൽ മീഡിയയുടെയും നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും സാധാരണ മനുഷ്യരെ പോലെ തന്നെ പരസ്പരം വഴക്കിട്ടും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ലളിതമായ കുടുംബമാണ് തങ്ങളുടേതെന്നും ഇഷാനി കൃഷ്ണയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു വലിയ കുടുംബത്തിലെ 3ാമത്തെ കുട്ടിയുടെ കുസൃതികളും മാതാപിതാക്കളോടുള്ള ആദരവും ഇളയ സഹോദരി ഹൻസികയോടുള്ള കൂട്ടുകെട്ടുകളും എല്ലാം ഉൾപ്പെടുന്ന ഇഷാനിയുടെ ഈ തുറന്നു പറച്ചിലുകൾ ആരാധകർക്ക് ഈ താരകുടുംബത്തോടുള്ള പ്രിയം ഇരട്ടിയാക്കുകയാണ്.